السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونصلي ونسلم على رسوله الكريم أما بعد. മനോഹാരിതകൾ നിറഞ്ഞ കലാവൈഭവങ്ങളെ സമന്വയിപ്പിച്ച് സുന്ദര സുഹൃത്തമാക്കിയ ബഹ്റൂസിന്റെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സമാദരണീയരായ ഉസ്താദുമാരെ, വിധികർത്താക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ആമുഖങ്ങളുടെ നൂലാമാലകളൊന്നും തന്നെ ഇല്ലാതെ വിനീതൻ തീർത്തും സമകാലിക സമസ്യകളോട് സമരസപ്പെടുന്ന മാനവ സൗഹാർദ്ദത്തിന്റെ അനിവാര്യത എന്ന കാലിക പ്രസക്തവും ആശയവ്യാപ്തികൾ ഏറെയുമുള്ള വിഷയത്തിലേക്ക് കടക്കട്ടെ. അടിസ്ഥാനപരമായി പുരോഗമനത്തിന്റെ പടവുകൾ പലതും താണ്ടി എന്ന് നാം ഏവരും അവകാശപ്പെടുമ്പോഴും ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ബീഭത്സമായ കൊലപാതകങ്ങളിലും യുദ്ധങ്ങളിലും വിദ്വേഷ പ്രചാരണങ്ങളിലും നട്ടം തിരിയുന്നവർക്കിടയിൽ നിന്നുള്ള നിരപരാധികളുടെ രോദനങ്ങളും കുറ്റവാളികളുടെ ഘോര അട്ടഹാസങ്ങളും നമ്മെ അലോത്സരപ്പെടുത്തുകയും മനുഷ്യ സമൂഹത്തിന്റെ സൗഹൃദ അന്തരീക്ഷത്തെ മുച്ചൂടും നശിപ്പിക്കും വിധം വർഗീയ കോമരങ്ങൾ നൃത്ത താണ്ഡവമാടുകയും ചെയ്യുന്ന സമയത്ത് സ്നേഹ സൗഹൃദ ബന്ധങ്ങൾക്ക് വേണ്ടി ലോകം ദാഹിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഈ 21-ാം നൂറ്റാണ്ടിന്റെ ദിനരാത്രങ്ങൾ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാനവ സൗഹാർദ്ദത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് വ്യത്യസ്ത ചിന്താധാരകളാലും ആശയങ്ങളാലും മതങ്ങളാലും പ്രതിനിധി ഭവിക്കുന്നവരും വിഭിന്ന പ്രത്യയ ശാസ്ത്രങ്ങളുടെ പ്രയോക്താക്കളും വാക്താക്കളും ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തിന്റെ സ്ഥായീഭാവം അതിന്റെ വൈവിധ്യമാണ്. മനസ്സിന്റെ വിശാലത വികസ്വരമാക്കേണ്ട വർത്തമാന സാഹചര്യമാണ് നമുക്ക് മുമ്പിലുള്ളത്. എന്നാൽ ഇന്ന് മനുഷ്യരുടെ സ്ഥിതി എന്താണ്? ഒരാൾക്ക് മറ്റൊരാളെ കാണാൻ സാധിക്കാത്ത വിധം ശത്രുതയുടെ കൂറ്റൻ മതിലുകൾ ഉയർന്നു വരുന്നു. മതത്തിന്റെയും പ്രത്യയ ശാസ്ത്രത്തിന്റെയും വർണ്ണവർഗ പ്രാമാണിത്വത്തിന്റെയും സംഘടനയുടെയും പേരിൽ മനുഷ്യൻ പരസ്പരം വെറുപ്പും വൈര്യവും കലർന്ന ബഹിസ്ഫുരണമായി നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നാം അധിവസിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ പാർലമെന്റ് മകുടത്തിൽ കൊത്തിവെക്കപ്പെട്ട ഒരു ശ്ലോകമുണ്ട്. അയം നിജ പരോവേദി ഗണനാം ലഘുച്ഛേദസാം ഉദാരചരിതാനാം തുസുദൈവ കുടുംബകം. ഞാൻ മാത്രമാണ് എന്ന ചിന്താധാരയോടെ ജീവിക്കുന്നവന്റെ മനസ്സ് വളരെ ചെറുതാണ്. ഉദാര മനസ്സിനുടമകൾക്ക് ഭൂമിയാണ് കുടുംബകം എന്ന സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും അർത്ഥം ജനിപ്പിക്കുന്ന കാവ്യവാക്യം ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യങ്ങളുമായി കൂട്ടിവായിക്കുമ്പോ ഏതൊരു രാജ്യസ്നേഹിയെയും ആശങ്കയിലാത്തുകയാണ്. എനിക്കുണ്ടൊരിന്ത്യ, എന്റേതല്ലാതായിക്കൊണ്ടിരിക്കുന്നൊരിന്ത്യ എന്ന പുതിയ കവിയുടെ വർത്തമാനമാണ് ഇന്ന് കൂടുതൽ പ്രസക്തമായി കൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങനെയുള്ള ഒരു ഭാരതത്തിലൂടെ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സംസ്കാരങ്ങളുടെ സങ്കരമായ സംസ്കൃതിയുടെ പെറ്റമ്മയും സ്വച്ഛന്തമായ പ്രകൃതി രമണീയതയുടെ പോറ്റമ്മയുമാണ് നമ്മുടെ ഭാരതം. അതുകൊണ്ട് തന്നെ ആർഷഭാരത സംസ്കാരത്തിന്റെയും ആയുർവേദത്തിന്റെയും ശ്രീകോവിലായിരിക്കുന്ന മഹിതമായ പാരമ്പര്യമുള്ള തരുണിമണിയായ ഒരു രാജ്യം, ദ ഗ്രേറ്റസ്റ്റ് സെക്യുലറിസ്റ്റ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് കൺട്രി ഓഫ് ദ വേൾഡ് എന്ന ലേബലിൽ യുണൈറ്റഡ് നാഷന്റെ മുമ്പിൽ പോലും ചേരിചേരാ നയം സ്വീകരിച്ച സമയത്തെ ആവേശപൂർവ്വം മറ്റുള്ള രാജ്യത്തിന്റെ അരമനയിൽ വിരാജിക്കുന്ന തമ്പുരാക്കന്മാർ പോലും അതിശയം പൂണ്ട് അഭിപ്രായ പ്രകടനം നടത്തപ്പെട്ട ഒരു രാജ്യം. മസ്ഹബ് നഹി സിഖാ ഥാ ആപസ് മേ പേർ രഖിനാ ഹിന്ദി ഹൈ ഹം വതൻ ഹേ ഹിന്ദു സിതാൻ ഹമാരാ. അല്ലാമ ഇഖ്ബാൽ പറഞ്ഞു വെക്കുന്നത് പരസ്പരം ഷണ്ട കൂടാൻ ഈ രാജ്യത്ത് മതങ്ങൾ ഒരിക്കലും നമ്മെ പഠിപ്പിക്കുന്നില്ല. ബുഹാറയിൽ ജനിച്ച ഒരു മനുഷ്യനായത് കൊണ്ട് മഹാനായ ബുഹാരി ഇമാമിന് ബുഹാരി എന്ന നാമകരണം നൽകപ്പെട്ടതുപോലെ നാം എല്ലാവരും ഇന്ത്യയിൽ ജനിച്ചു എന്ന കാരണത്താൽ ഹിന്ദിയാണ്. ഇഖ്ബാലിന്റെ ഭാഷ എത്ര ഹൃദയാവർച്ചകമാണ്. ഈ പാരമ്പര്യത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ഉദിച്ചു വന്ന ആശയങ്ങളെ നിരാകരിച്ചു കൊണ്ടിരിക്കുകയും അതിശാധിപത്യത്തിന്റെ അരമനയിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ സൗഹൃദ രാജ്യത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയും മതത്തിന്റെയും ജാതിയുടെയും വർണ്ണത്തിന്റെയും പേരിൽ മനുഷ്യനെ തല്ലിച്ചതക്കുകയും അവന്റെ ജീവിത ഉപാധികളെ ബുൾഡോസർ മാഫിയകൾ ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യുന്നതുമായ മനുഷ്യത്വരഹിതവാദികൾ ഇന്ന് വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോക രാജ്യങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കുമ്പോ എവിടെയും സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ ചിറകറിച്ച് പറന്നുയരുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അധികാര മേധാവിത്വം മരക്കെട്ടുറപ്പിക്കാനും പൗരന്മാരെ ചൊൽപ്പടിക്ക് നിർത്താനും അപരന്റെ അവകാശങ്ങൾ ഉത്കടമാക്കുന്നതിനും സാമ്രാജ്യത്വം യുദ്ധത്തെ ഉപയോഗപ്പെടുത്തുന്ന മലീമസമായ കാഴ്ചയാണ് നാം ദർശിച്ചു കൊണ്ടിരിക്കുന്നത്.
ഇങ്ങനെ യാതൊരുവിധ മാനുഷിക മൂല്യങ്ങളും മനുഷ്യത്വ നന്മകളും തൊട്ടു തീണ്ടാത്ത വിധം അധംപതനത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് പൂണ്ടുപോയ ഒരു സമൂഹമായി മനുഷ്യൻ മാറുകയും മനുഷ്യനേക്കാൾ മനുഷ്യേതര ജീവികൾക്ക് പവിത്രത കൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുടെ പ്രസക്തിയേറുന്നത്. വലഖദ് കറംനാ ബനി ആദം എന്ന അധ്യാപനത്തിലൂടെ മനുഷ്യന്റെ പവിത്രീകരണത്തിന്റെ ഔന്നിത്യത്തെ കുറിച്ച് പറയാനാണ് പരിശുദ്ധമായ ഖുർആൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചതെന്ന് മാത്രമല്ല, ആ മനുഷ്യന്റെ ബഹുമാനതയെ കുറിച്ച് പഠിപ്പിക്കാനാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നടത്തിയത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുമ്പോൾ, അബൂദറുൽ ഗിഫാരി തന്നെ കറുത്തവളുടെ മകനെ എന്ന് വിളിച്ച് അപമാനിതനാക്കി എന്ന പരാതിയുമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്ന ബിലാലിൽ മുഅദ്ദി റളിയല്ലാഹു അൻഹുവിന് കിർബാലുത കൊണ്ട് കവചം തീർത്ത് മക്കയിലെ പൗരപ്രമാണികരെ കാഴ്ചക്കാരാക്കി നിർത്തി ഇർകബ് യാ ബിലാൽ, കയറൂ ബിലാലെ എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ പ്രാമാണിത്വത്തിന്റെ സ്വകാര്യ അഹന്തയുടെ മകുടോദാഹരണമായിരുന്ന കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറ്റി ഏറ്റവും വലിയ നേതൃസ്ഥാനം നൽകി അനുഗ്രഹിക്കുകയുണ്ടായി. ഇങ്ങനെ കറുകറുത്ത ബിലാലിനെയും വെളുവെളുത്ത സൽമാനുൽ ഫാരിസിയെയും എന്നല്ല, സമ്പന്നതയുടെ പർദീസയിൽ വിരാജിച്ചിരുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും ദാരിദ്ര്യത്തിന്റെ ആഴിയിൽ താഴ്ന്നു പോയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയും ഒരേ ഭക്ഷണത്തളികയിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാനവിക സൗഹാർദ്ദം എത്രമേൽ സൗന്ദര്യാത്മകമാണ്. പ്രവാചകന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലും മാതൃകയാക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.